തുടർന്ന് പോകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എത്തുമ്പോൾ 4ാം ക്ലാസ്സൊക്കെ തുടങ്ങി അല്ലെങ്കിൽ നാടകപരമായിട്ടുള്ള അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ എഴുതുക, ഉപന്യാസങ്ങൾ പറയുക, അല്ലെങ്കിൽ ലളിതഗാനത്തിൽ പങ്കെടുക്കുക, അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകൾ എനിക്കുണ്ടായിരുന്നു. അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നൊന്നും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ പരമാനന്ദ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഈ അരനാട്ടുകാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പാടശേഖരത്തിൽ നിന്ന് കുറച്ച് നീങ്ങിയാലാണ് പിന്നെ ഡോക്ടർ ജോൺ മത്തായിയുടെ ബംഗ്ലാവ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ആലോചിച്ചാൽ മതി. നമ്മളിങ്ങനെ അത്ര വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലല്ലാത്ത ആളുകളൊക്കെ താമസിക്കുന്നതിനടുത്ത് ഒരു വലിയ ഏരിയയിൽ മുഴുവൻ ഒരു ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് അത് നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിറച്ച് വവ്വാലും പ്രാവും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന, കെട്ടുപണഞ്ഞ് നിൽക്കുന്ന ഒരു നാട്ടിലാണ് ഞാൻ എൻ്റെ ഒരു ബാല്യകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലവഴിച്ചത്.